നമസ്കാരം, ഞാൻ ബിജുകുമാർ, ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം, കോട്ടയ്ക്കകം, തിരുവനന്തപുരം. നമുക്ക് അവിട്ടം നക്ഷത്രക്കാരുടെ 2025 മാർച്ച് 29 ശനി മാറ്റം. അപ്പോൾ അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവിട്ട നക്ഷത്രക്കാരുടെ ആദ്യത്തെ 1-2 പാദങ്ങൾ, അതായത് മകരക്കൂറിൽ വരുന്ന അവിട്ട നക്ഷത്രക്കാർക്ക് 1-2 പാദങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 3-ാം ഭാവത്തിലേക്കാണ് ശനി പകരുന്നത്. അപ്പോൾ 3-ാം ഭാവത്തിലേക്ക് ശനി പകർന്നു കഴിഞ്ഞപ്പോൾ അവർക്കുള്ള 7.5 ശനി പൂർണ്ണമായിട്ട് മാറി. അപ്പോൾ ഈ 7.5 ശനി മാറുമ്പോൾ നമുക്ക് ആ ശനി മാറിയതിൻ്റേതായിട്ടുള്ള വലിയൊരു ആശ്വാസം, ശനി വിട്ടുപോകുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു പ്രതിഫലമൊക്കെ നമുക്ക് ഈ മകരക്കൂറുകാർക്ക് ലഭിക്കും. അപ്പോൾ ഈ മകരക്കൂറുകാർക്ക് വളരെയധികം നല്ല ഒരു ശനിമാറ്റമാണ്. തൊഴിൽ മേഖലകളിലെ വിജയം, സാമ്പത്തിക നേട്ടം, സഹോദര ഗുണം, പൊതുഗുണം, തൊഴിൽ മേഖലകളിൽ ഉയർച്ച, ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ, സഹോദര ഗുണങ്ങൾ, മറ്റുള്ള പൊതുജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ, മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ കുറഞ്ഞ് മനസ്സ് വളരെയധികം സന്തോഷകരമായി തീരും. ബിസിനസ് മേഖലകളിൽ ഉയർച്ച ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് കാലം വളരെയധികം അനുകൂലമാകും. പരീക്ഷകളിലൊക്കെ വിജയിക്കും. അതുപോലെ പല തടസ്സപ്പെട്ടു പോയിരുന്ന കാര്യങ്ങൾക്കും വിജയം ഉണ്ടാകും. അപ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സമയ കാലഘട്ടമാണ് ഈ ശനി മാറ്റം. നമുക്ക് മാർച്ച് 29 ശേഷം നമുക്ക് അവിട്ടം നക്ഷത്രത്തിലെ ആദ്യ 2 പാദക്കാർക്ക് നൽകുന്നത്. എന്നാൽ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക് ജന്മത്തിൽ ശനി മാറിയതിൻ്റേതായിട്ടുള്ള വളരെ ഒരു ആശ്വാസം പൂർണ്ണമായിട്ടും ലഭിക്കും. എങ്കിലും ധനപരമായിട്ടുള്ള ചില ചെറിയ തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ ശനിയാഴ്ച ദിവസം നീരാഞ്ജനത്തിന് കൊടുക്കണം, ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തണം, അത്തരത്തിലുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം.